പാസ്പോർട്ട് വിസ സേവനം സംബന്ധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാതെ സുപ്രീം കോടതി 3 മാസത്തിനുള്ളിൽ റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി. അന്തിമ സംവിധാനം ഉണ്ടാകുന്നതുവരെ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്നും നിർദ്ദേശം. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UAE, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവനം സംബന്ധിച്ചിട്ടുള്ള കേസിൽ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് ഇന്ന് നേരിടേണ്ടി വന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് എന്താണോ ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കണം. ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഇടപെടുന്നില്ല, ആ ഉത്തരവിൽ ഇടപെടുന്നില്ല. അതോടൊപ്പം തന്നെ ഇനിയുള്ള 3 മാസത്തിന്റെ ഉള്ളിൽ പുതിയ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി ആർക്കാണോ യോഗ്യതയുള്ളത് അവർക്ക് കരാർ നൽകണമെന്ന് പറയുന്നുണ്ട്. ഈ 3 മാസ കാലയളവിൽ ആർക്കാണോ സേവനം നടത്തേണ്ടത് അത് ഈ വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും തീരുമാനിക്കാം. ഒന്നുകിൽ കരാർ നൽകിയിട്ടുള്ള പുതിയ കമ്പനികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ സേവനം നൽകിയിരുന്ന BLS പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. അതുമല്ല എങ്കിൽ ഇന്ത്യൻ എംബസിക്കോ കോൺസുലേറ്റിനോ സേവനം നടത്താമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും 3 മാസത്തിനുള്ളിൽ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കണം. മാത്രമല്ല ഇപ്പോൾ പുതിയ കമ്പനികൾക്കാണ് ഇത്തരത്തിൽ ഈ 3 മാസം സർവീസ് നടത്താനുള്ള ഒരു അനുമതി നൽകുന്നതെങ്കിൽ കരാർ സമയത്ത് ഒരു കാരണവശാലും അതൊരു ക്ലെയിമായിട്ട് കാണാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവർക്കൊരു അധിക യോഗ്യതയോ ഒന്നുമായിട്ട് എടുത്തു പറയാൻ പാടില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ജൂൺ 30-ന് BLS-ഉമായിട്ടുള്ള കരാർ അവസാനിച്ചതോടുകൂടിയാണ് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ കരാർ ഈ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിനും അതോടൊപ്പം തന്നെ ഡൂ ഡിജിറ്റലിനും ഒക്കെ നൽകിയിരുന്നു. ഇതിനെതിരെ കരാർ നടപടികളിൽ പങ്കെടുത്തിട്ടുള്ള വെരാവസും ഈ ട്രാവ് ടെക് എന്ന് പറയുന്ന കമ്പനിയുമാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കരാർ നടപടികളൊക്കെ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. പുതിയ ടെൻഡർ നടപടികൾ വേണം, കാരണം നടപടികൾ സുതാര്യമല്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ ആ വിധിയിൽ ഉത്തരവിൽ ഇടപെടില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.